ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഡയറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ലോങ് ഗ്യാപ്സ് എടുക്കാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള കലോറീസിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് ആക്കുക. എന്നിട്ട് എവറി 2 hours നമ്മൾ ഈ ഫുഡിനെ, അതായത് എല്ലാ 2 മണിക്കൂറും നമ്മൾ എക്സ്ട്രാ ഫുഡ് ആഡ് ചെയ്ത് കഴിക്കണം എന്നല്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കലോറി നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരു 2 മണിക്കൂർ കൂടുമ്പോൾ കഴിക്കുന്ന വിധത്തിൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക, ഉറങ്ങുന്ന സമയം ഒഴികെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് ആയിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ ഫുഡ് കഴിക്കുക. ഇനി മറ്റൊന്നാണ് 3 ഫങ്ഷണൽ ഫുഡ്സ് എന്നറിയപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് വൺ കോഫി, ബ്ലാക്ക് കോഫി. അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കുറച്ച് കാപ്പിപ്പൊടി ഇടുക, പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ അഡിക്റ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അല്ലാതെ നമുക്ക് ഈ കോഫി കുടിക്കുന്നത് ഫാറ്റി ലിവറിന് നല്ലതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഒക്കെ കോഫി കുടിച്ചുകൊണ്ടിരിക്കാമെന്നാണോ? അല്ല. നമുക്കൊരു മാക്സിമം 3 കപ്പ്, നമ്മൾ നോർമലി ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന ചെറിയ കപ്പില്ല, ആ കപ്പിന് ഒരു 3 കപ്പ് കോഫി വരെ നമുക്ക് പെർ ഡേ എടുക്കാം ഈ ഫാറ്റി ലിവറിന് വേണ്ടിയിട്ട്. ഇനി മറ്റൊന്നാണ് നമ്മുടെ വൈറ്റമിൻ സി സപ്ലിമെൻറ്റേഷൻ. അതായത് നമുക്ക് ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഒരു അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അത് നമുക്ക് എല്ലാ ദിവസവും കുടിക്കാവുന്നതാണ്. പക്ഷേ ഇത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഗ്യാസ്ട്രൈറ്റിസോ അസിഡിറ്റിയോ ഒന്നും ഉള്ളവർ ഇത് വെറും വയറ്റിൽ കുടിക്കാൻ പാടില്ല. അങ്ങനെ കുടിച്ചാൽ അവർക്ക് ട്രിഗർഡ് ഔട്ടായിട്ട് ഈ അസിഡിറ്റി കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണും. അങ്ങനെയുള്ളവർക്ക് ഇത് റെക്കമെൻഡഡ് അല്ല. ഇനി മറ്റൊന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഈ നമ്മുടെ ഒരു പച്ച കളറിലെ ക്യാപ്സ്യൂൾ ഗുളികയില്ലേ, അത് ഈ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ മോസ്റ്റ്ലി കൊടുക്കുന്നതാണ്. ഇനി അങ്ങനെ ക്യാപ്സ്യൂൾ എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിൽ തന്നെ നമ്മുടെ വാൾനട്ടില്ലേ, വാൾനട്ട് അതുപോലെ കാഷ്യൂനട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു 2 വാൾനട്ടും 2 കാഷ്യൂനട്ടും കൂടെ എടുത്ത് നമുക്ക് ഡെയിലി അത് കഴിക്കാവുന്നതാണ്. അത് നമ്മുടെ ഒരു വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് 3 ഫങ്ഷണൽ ഫുഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് എല്ലാ ഇലക്കറികളും കഴിക്കാം, വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാം, സാലഡൊക്കെ ഉണ്ടാക്കി നമ്മൾ ഈ ഇടവിട്ട നേരങ്ങളിൽ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ സാലഡ്സ് നന്നായിട്ട് കഴിക്കാം. ഷുഗറിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സ് കഴിക്കാം. അതുപോലെ നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ അവക്കാഡോ ഓയിൽ, കോക്കനട്ട് ഓയിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ചെറിയ മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കാം. അതുപോലെ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് എഗ്ഗ് കഴിക്കാം. എഗ്ഗിൻ്റെ വൈറ്റാണ് കഴിക്കുന്നത്. എഗ്ഗ് യോക്ക് ഒരാഴ്ചയിൽ 3 എണ്ണം വരെയാണ് മാക്സിമം കണക്ക് പറയുന്നത്. അപ്പോൾ എഗ്ഗ് വൈറ്റ് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അത് നമ്മുടെ ഒരു പ്രോട്ടീൻ സോഴ്സാണ്. എഗ്ഗ് യോക്ക് ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ഫുൾ എഗ്ഗായിട്ട് കഴിക്കാം. അല്ലാതെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട്, എഗ്ഗ് യോക്ക് റിമൂവ് ചെയ്തിട്ട് എഗ്ഗ് വൈറ്റ് മാത്രമായിട്ട് കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കഴിക്കേണ്ട സാധനങ്ങൾ. ഇനി കഴിച്ചുകൂടാത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷുഗറിൻ്റെ അഡിക്റ്റീവ്സും മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റെഡ് മീറ്റ്സ്, ബീഫ്, മട്ടൺ, ഇതെല്ലാം ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോള, പെപ്സി പോലത്തെ സാധനങ്ങളില്ല, അതെല്ലാം ഒഴിവാക്കുക. ടിൻഡ് ഫുഡ്സ്, ക്യാൻഡ് ഫുഡ്സ്, ചോക്ലേറ്റ്സ്, സോസുകൾ, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇതെല്ലാം നമ്മുടെ ഈ ഫാറ്റി ലിവറിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് കഴിക്കാവുന്ന മറ്റൊന്നാണ് പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള നമ്മുടെ യോഗേർട്ട്, തൈരില്ലേ, കട്ടത്തൈര് നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താവുന്നതാണ്. അത് നമ്മുടെ ഒരു നല്ല ഹെൽത്തി സോഴ്സാണ്. പിന്നെ വൈറ്റ് റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാര്യം അതും നമ്മുടെ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ കീറ്റോ ഡയറ്റ് ഒന്നും നമ്മുടെ ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫാറ്റി ലിവർ ഉള്ളവർ കീറ്റോ ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാര്യം അവർ കൂടുതലായിട്ടും നോൺ വെജ് ആണല്ലോ കഴിക്കുന്നത്, എഗ്ഗ് അതൊക്കെയാണല്ലോ കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കീറ്റോ ഡയറ്റ് ഒരിക്കലും ഫാറ്റി ലിവർ ഉള്ളവർക്ക് അഡ്വൈസബിൾ അല്ല. പക്ഷേ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ 16 hours ഫാസ്റ്റിംഗ് വരും. 8 hours ആയിരിക്കും നമ്മുടെ ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 hours നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാർബ്സും പ്രോട്ടീൻസും പ്രോബയോട്ടിക്സും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഒരു ഡയറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തെടുക്കുക.
എന്നിട്ട് അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്തി വേയിൽ നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഹെൽത്തി വേയിൽ ഒരു ഡയറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവറിന് ഒരു പരിധി വരെ, ഇനി ഗ്രേഡ് 1 ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു പരിധി വരെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് പ്രോഗ്രസ് ആവുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സസൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യോഗ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് യോഗ ചെയ്യാം. അതുപോലെ നമുക്ക് സൂംബ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ സൂംബ കളിക്കാം. അതുപോലെ നമ്മൾ വീട്ടിൽ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എയ്റോബിക് എക്സസൈസുകളൊക്കെ ഒരുപാട് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ നടക്കാൻ പോകാൻ പറ്റുന്നവരാണെങ്കിൽ നടക്കാൻ പോകും. ചുമ്മാ നടന്നാൽ പോരാ, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന വിധത്തിൽ ട്രെഡ്മില്ലിലാണെങ്കിൽ തന്നെയും നമ്മുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടണം. ആ വിധത്തിൽ നമ്മൾ നന്നായിട്ട് നടക്കുക. ഒറ്റ ദിവസം കൊണ്ടല്ല, നമ്മൾ പതിയെ പതിയെ സ്പീഡ് കൂട്ടി ടൈം കൂട്ടി അങ്ങനെ ഒരു 30 to 45 മിനിറ്റ്സ് അങ്ങനെ നടക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാക്സിമം നമ്മുടെ ബോഡി ഒരു നല്ല ഹെൽത്തി ആക്കി വെക്കുക. നല്ലൊരു ഡയറ്റും നല്ലൊരു എക്സസൈസും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ടോട്ടൽ ബോഡി വെയ്റ്റിന് ഒരു 10% എങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഫാറ്റി ലിവറിനെ ഫുള്ളി ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അത് ഒത്തിരി വേഴ്സൺഡ് അല്ല, പ്രോഗ്രസീവ് സ്റ്റേജിലല്ല എന്നുണ്ടെങ്കിൽ, പ്രോഗ്രസീവ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ മെഡിക്കേഷനും അതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.